മരിക്കുമ്പോൾ ചിരിക്കുന്നതാണ് ഈമാനിന്റെ അടയാളമെന്ന് നമ്മൾ സൂചിപ്പിച്ചു. മരിക്കുന്ന നേരത്തെ ചിരിച്ചു മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട്, മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇമാം അബൂ നഈം റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പ്രസിദ്ധമായ കിതാബ് ഹില്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അല്ലാമ ഇബ്നുൽ ജൗസി അവരുടെ സഫ്വത്തു സഫ്വയിൽ ബഹുമാനപ്പെട്ട ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. ഞാൻ ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തഹ്ദീബിൽ മഹാനായ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണത്? ഇപ്പറഞ്ഞ ദിബ്ഇ ഇബ്നു ഹിറാഷ് തങ്ങളുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് ഉദ്ധരിക്കുകയാണ്. മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവര് ബഹുമാനപ്പെട്ടവർ പറയുന്നു, രണ്ടുപേരും അവരെ സംബന്ധിച്ച് മസ്ഊദ് ഇബ്നു ഹിറാഷ് വ അഖീഹി റബീഅ ഇബ്നു ഹിറാഷ്, ജ്യേഷ്ഠനും അനിയനും വലിയ മഹത്തുക്കളായിരുന്നു. രണ്ടുപേരും മരിച്ചു കഴിഞ്ഞവരുടെ മുഖത്തേക്ക് മൂടുപടം വെച്ചപ്പോ, തുണി മൂടി വെച്ചപ്പോ കശഫ കുല്ലു വാഹിദിൻ മിൻഹുമാ അൽഗിതാഅ അൻ വജ്ഹി, ജ്യേഷ്ഠൻ ദിബ്ഇ ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും അനുജൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് എന്നവർ മരിച്ചപ്പോഴും മുഖം ഇങ്ങനെ മൂടി വെച്ചിട്ട് ആ മൂടിയ വസ്ത്രം കൈകൊണ്ട് നീക്കിയ ആളുകളാണ്, മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് മഹത്തുക്കളും. അല്ലാമ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ, ഇബ്നു ഹജർ തങ്ങൾ തഹ്ദീബിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി തആല അലൈഹി ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ്, മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കിവെച്ചു. അതുമാത്രമോ, വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ അരികത്തേക്ക് ഞാൻ പുറപ്പെട്ടിരിക്കുന്നു. ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ, അല്ലാഹു എനിക്ക് വളരെ ആശ്വാസവും സുഗന്ധവും തന്നെ സ്വീകരിച്ചു. വലഖീതു റബ്ബൻ ഗൈറ ഗദ്ബാൻ, ഒരിക്കലും ദേഷ്യപ്പെടാത്തൊരു റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുന്നു. അസ്അലുക്കും ബില്ലാഹ്, അല്ലാഹുവിനെ വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അൻ തഅജിലു ബിജിഹാസി, എന്റെ മയ്യിത്ത് വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ. ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യന്തദിറു ദഫനി, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബർ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട്, നബി തങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകില്ലെന്ന്. മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് അടുത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്ക വിധത്തിൽ മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിം മരണത്തിന്റെ ശേഷം സംസാരിച്ചത് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നഈം തങ്ങളടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ, അല്ലാമ ഇബ്നു ജൗസി തങ്ങളടക്കമുള്ളവർ സഫ്വത്തു സഫ്വയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 ഹദീസിന്റെ റിജാൽ കിതാബ് സിത്തയുടെ ഹദീസുകളിൽ അഇമ്മത്തു സിഖാത്തിൽപ്പെട്ട ആളാണ് ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം എന്നറിയോ? ഞാൻ മരിച്ചു പോയാൽ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നറിയാതെ ഞാൻ ജീവിതത്തിൽ ചിരിക്കൂല എന്ന് സത്യം ചെയ്ത ആളാണ് ഈ മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എങ്ങനെ? ഞാൻ പോകുന്നത് സ്വർഗത്തിലാണെങ്കിലല്ലേ ചിരിച്ചിട്ട് കാര്യമുള്ളൂ. എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ, ഞാൻ യാത്ര പറഞ്ഞ് ദുനിയാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല. ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് ഇതൊക്കെ? മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു. ഏതാനും ചില ആളുകളെ ചരിത്രപണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. തകല്ലമു ബഅദൽ മൗത്ത്, മരിച്ചിട്ട് സംസാരിച്ച ആളുകൾ വേറെയുമുണ്ട്. അതിൽപ്പെട്ട ആളാണ് മഹാനായ ദിബ്ഇ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ സഹോദരൻ മസ്ഊദ് ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഞാൻ പോയിരിക്കുന്നു, ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ വലഖീതു റബ്ബൻ ഗൈറ ഗദ്ബാൻ, എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, കാരുണ്യവാനായ റബ്ബിനെ ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അള്ളാനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ ആളുകളെ, അൻ തഅജിലു ബിജിഹാസി, എന്നെ വേഗം കൊണ്ടുപോയി മറവ് ചെയ്യിൻ. ഫഇന്ന റസൂലല്ലാഹി യന്തദിറു ദഫനി, എന്നെ മറമാടുന്നത് എന്റെ റസൂൽ കാത്തിരിക്കുന്നുണ്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേഗം കൊണ്ടുപോയി മറവ് ചെയ്യുവിൻ എന്ന് മരണശേഷം സംസാരിച്ച റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ സത്യം ചെയ്തത്? ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കിടന്ന ആളാണ് റബീ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ്. അള്ളാഹു ആ നേരം നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ആ നേരത്ത് ചിരിക്കാനും സന്തോഷിക്കാനും
വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മൗത്തിന്റെ ആ രൂപം, മലക്കുൽ മൗത്ത് വരുമ്പോ സന്തോഷരായ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹുവേ നീ ഞങ്ങളെ പെടുത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ.